പഴുത്ത മാങ്ങ വെച്ചിട്ട് ചോറിൻ്റെ കൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ്. ഇത് കണ്ണൂർ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. മാങ്ങ പെരക്കെന്നാണ് ഇതിൻ്റെ പേര്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതുപോലെ തന്നെ ചോറിന് നമുക്ക് ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരുപാട് ചോറുണ്ണാനും കഴിയും. കറി ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നുണ്ട്. അതിലൊരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് പഴുത്ത മാങ്ങയാണ്. അപ്പോൾ ഒരു മാങ്ങ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു മാങ്ങ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതൊരു 3-4 പേർക്കൊക്കെ ഒരുപാട് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ടാകും. അപ്പോൾ പുളിയില്ലാത്ത നല്ല മധുരമുള്ള മാങ്ങ വേണം നമ്മൾ ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് കഴുകിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല പഴുത്ത മാങ്ങ തന്നെയാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 3-4 എടുത്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതന്നെ എടുക്കുക, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ ചെറിയ സവാള ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി. അതായത് ഒരു സവാളേൻ്റെ ഒരു 1/4 ഭാഗം മാത്രം മതിയാകും. നമ്മൾ ഒരു മാങ്ങയിൽ എടുക്കുന്നുള്ളൂ, അപ്പോൾ ഉള്ളീൻ്റെ അളവ് അങ്ങനെ കൂടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഞെരടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയും മാങ്ങയും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് യോജിച്ച് കിട്ടണം. അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ ചെറുവേത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അത്യാവശ്യം പുളിയുള്ള മോരാണ്. അതും കൂടിയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി അരച്ചതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. പിന്നെ അരക്കരുത്, ആ ഒരു കടുവിൻ്റെ കയ്പ്പ് ഉണ്ടാകും. അപ്പോൾ പൾസ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ഉണ്ടാകുക. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാങ്ങയിലേക്ക് ഈ അരവ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മോര് ചേർത്തിട്ട് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ചേർത്തിട്ട് നമ്മളിതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ള കറിയാന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് ലൂസും അല്ല. അപ്പോൾ ആ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമ്മൾ കറി തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുമ്പോൾ ഒരിത്തിരി കുറവാണ്. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു കറി എന്ന് പറയുന്നത് തന്നെ കുറച്ച് മധുരവും കൂടിയുള്ള ഒരു കറിയാണ്. അതുപോലെ ഒരിത്തിരി പുളിയുള്ളതാണ്. അതായത് നമ്മൾ മോര് ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ മാങ്ങേൻ്റെ പുളിയല്ല നമുക്ക് വേണ്ടുന്നത്, ആ ഒരു മോരിൻ്റെ പുളിയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയായി കഴിഞ്ഞാലും അരവൊക്കെ ചേർക്കുമ്പോൾ ആ മാങ്ങേൻ്റെ മധുരം കുറച്ചും കൂടി ഒന്ന് നമുക്ക് വേണ്ടി വരും. കറിക്ക് കുറച്ചും കൂടി മധുരം വേണം. അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തത്. ശർക്കര താല്പര്യമുള്ളവർക്ക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം. അപ്പോൾ താളിപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ സാധാരണ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കുന്നത് പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ തേങ്ങ നല്ലപോലെ ഒന്ന് വറുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കൂട്ടുകറിക്കൊക്കെ വറുത്തിടുന്നില്ലേ, അതുപോലെ. അപ്പോൾ പച്ചടിക്കൊക്കെ നമ്മുടെ കണ്ണൂർ ഭാഗങ്ങളിൽ ഇതുപോലെ തേങ്ങ വറുത്തിടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മധുരവും പുളിയും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ചോറിൻ്റെ കൂടി ഇത് മാത്രം നമുക്ക് മതിയാകും. നല്ലൊരു ഒഴിച്ച് കറിയാണ്. അപ്പോൾ സൈഡ് ഡിഷായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പച്ചമാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞ് മാങ്ങ ഒന്ന് പഴുത്ത് വരുന്ന ആ ഒരു സമയമല്ലേ ഇപ്പോൾ. അപ്പോൾ മാങ്ങ എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ നല്ല പഴുത്ത മാങ്ങ വേണം നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ. വീഡിയോ ഇഷ്ടമായാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇനി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്